ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നു മുതൽ കാർ ഡ്രൈവിങ്ങിൻ്റെ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്, ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. ഈ ഒരു കോഴ്സിൽ ആദ്യ ദിനം മുതൽ നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന ആദ്യ ദിനം മുതൽ പിന്നെ സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഓരോ വീഡിയോകളായിട്ട് ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നിസ്സാര ദിവസങ്ങൾ കൊണ്ട് കാർ ഡ്രൈവിങ്ങിലെ ഓരോ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ട്രിക്കുകളും വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഈ ഒരു കോഴ്സ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് കാർ ഡ്രൈവിംഗ് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം കൊണ്ട് ഡ്രൈവിങ്ങിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ലഭിക്കും. പക്ഷെങ്കിൽ നമുക്ക് അതിൽ തെളിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും, അതായത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് തെളിയാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഗുണമാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഓരോ ദിവസം എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യ ദിനം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വാഹനത്തെ ചുറ്റും നടന്നൊന്ന് നിരീക്ഷിക്കുകയും വാഹനത്തിൻ്റെ ഉൾവശം ഒന്ന് പരിചയപ്പെടുകയും ചെയ്യണം ക്ലിയർ ആയിട്ട്. അത് ഞാൻ പറയാം. നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വാഹനത്തിൻ്റെ വിൻഷീൽഡാണ്, അല്ലെങ്കിൽ ഗ്ലാസ് എന്ന് പറയും. ഈ ഗ്ലാസ് ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫ്രണ്ടിൽ 2 വൈപ്പർ കൊടുത്തിട്ടുണ്ട്. വൈപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ മഴയുള്ള സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിലെ വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ടാണ് ഈ വൈപ്പർ ഉപയോഗിക്കുന്നത്. ഈ വൈപ്പർ ഉപയോഗിക്കുന്നത് നമ്മൾ എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ ഇത്തരത്തിൽ കയറിയിരിക്കുന്ന സമയത്ത് ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തൊരു നോബുണ്ട്. ഈ നോബ് ഉപയോഗിച്ചാണ് നമ്മൾ വൈപ്പർ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ഉപയോഗം എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി മുൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നത് വാഹനത്തിൻ്റെ റൂഫ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ റൂഫ് ഏരിയ കണ്ടു, ഫ്രണ്ടിലെ വിൻഷീൽഡ് കണ്ടു. ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വാഹനത്തിൻ്റെ ബോണറ്റ് ഏരിയ ആണ്. ബോണറ്റിൻ്റെ ഉൾവശത്താണ് വണ്ടിയുടെ എഞ്ചിന്, ഗിയർ ബോക്സ്, അതുപോലെ തന്നെ റേഡിയേറ്റർ, മറ്റ് പാർട്സുകളെല്ലാം ഉള്ളത് വാഹനത്തിൻ്റെ ഈ എഞ്ചിൻ ബേക്കാണ്. ഇതിന് എഞ്ചിൻ ബേ എന്നാണ് പറയുന്നത്. ആ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ബേ കാണാനായിട്ട് കഴിയും. ഇനി ഫ്രണ്ടിലേക്ക് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത് വാഹനത്തിൻ്റെ 2 ഹെഡ് ലൈറ്റുകൾ അല്ലെങ്കിൽ 2 ഹെഡ് ലാമ്പുകളാണ്. ആ ഹെഡ് ലാമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് രാത്രികാലങ്ങളിൽ വെട്ടം നമുക്ക് ലഭിക്കാനായിട്ട് അത് ഉപയോഗിക്കുന്നു. ഈ ഹെഡ് ലാമ്പിനോട് തന്നെ ചേർന്ന് ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇടത് വലത് തിരിയുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ടുള്ള മിന്നുകയും കെടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു നോബുണ്ട്, അവിടെയാണ് ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പിനോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ഗ്രില്ലാണ്. അതായത് ഹെഡ്ലൈറ്റിൻ്റെ 2 സൈഡിലുള്ള ഹെഡ്ലൈറ്റിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്രില്ല് കാണാം. ഗ്രില്ലിൻ്റെ അടിഭാഗത്തായിട്ട് വണ്ടിയുടെ ബമ്പർ കാണാം. അപ്പോൾ ഇത്ര ഏരിയ ആണ് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ബോണറ്റിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് വണ്ടിയുടെ ടയറുകൾ വരുന്നു. ഇത്തരം കാര്യങ്ങൾ ഫ്രണ്ടിൽ ഓർക്കുക. ഇനി വശങ്ങളിലേക്ക്, സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത്? 2 സൈഡിൽ നമുക്ക് ഡോറുകൾ കാണാം, ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഓക്കെ, ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റിയർ വിൻഷീൽഡാണ്. ആ വിൻഷീൽഡ് ആ ഒരു ഭാഗത്ത് തന്നെ വണ്ടിയുടെ ഡിക്കി നമുക്ക് കാണാം. അവിടെയാണ് നമുക്ക് ലഗേജ് ഒക്കെ വെച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടിയെക്കുറിച്ചൊന്ന് പുറമേ മനസ്സിലാക്കുക. എന്നിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വണ്ടിയെ പരിചയപ്പെടുത്തണം. ഇനി വണ്ടിയുടെ ഉൾവശം വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പില്ലർ കാണാം. ഇത് എ പില്ലർ എന്ന് പറയും. ഇവിടെ ഒരു പില്ലർ കാണാം. ഇത് എ പില്ലറാണ്. അപ്പോൾ ഈ എ പില്ലറിനോട് ചേർന്ന് ഈ കാണുന്നത് വണ്ടിയുടെ ഡാഷ്ബോർഡ് ഏരിയ ആണ്. ഈ ഡാഷ്ബോർഡ് ഏരിയയിലാണ് നമുക്ക് സ്റ്റിയറിംഗ് വീലും, അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇവിടെ നമുക്ക് എ സിയുടെ വെൻറ്റുകൾ കാണാം. അതായത് നമുക്ക് എ സി തണുപ്പ് കിട്ടാനായിട്ട് ഉള്ള വെൻറ്റുകൾ. ഇവിടെ എ സിയുടെ സ്വിച്ചുകൾ കൊടുത്തേക്കുന്നു. ഇവിടെ മ്യൂസിക് സിസ്റ്റം കൊടുത്തേക്കുന്നു. ഇവിടെ ഒരു എ സിയുടെ വെൻറ്റ് കാണാം. ഇവിടെ ഒരു എ സിയുടെ വെൻറ്റ് കാണാം. ഇത് സാധാരണ ഇങ്ങനെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെൻറ്ററിലുമായിട്ടാണ് എ സിയുടെ വെൻറ്റുകൾ വരുന്നത്. പിന്നെ ഈ കാണുന്ന വണ്ടിയുടെ ഗ്ലൗ ബോക്സ് ആണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെൻറ്റർ ഒരു മിററുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മിററുണ്ട്. ഇവിടെ കോ ഡ്രൈവർ സീറ്റ് വരുന്നു. പിന്നെ ബാക്ക് സൈഡിൽ 3 പേർക്ക് ഇരുന്ന് പോകാനായിട്ടുള്ള സീറ്റ് വരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ വാഹനത്തെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി നിങ്ങൾ ആദ്യ ദിനം പ്രാക്ടീസ് ചെയ്യേണ്ടത്
ഡ്രൈവിങ്ങിലെ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ ആദ്യ ദിനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പേടിയുണ്ടെങ്കിൽ ആ പേടി ആദ്യ ദിനം തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് കറക്റ്റായിട്ട് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അതുപോലെ ഒരു വാഹനത്തെ പതിയെ മുന്നോട്ട് നീക്കാനും പതിയെ നിർത്താനുമായിട്ട് പഠിക്കണം. പലരും ഇത് ചെയ്യുന്നത് റോങ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം എടുക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റായിട്ടൊന്ന് പഠിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ബാലൻസ് സ്റ്റഡി ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെ കറക്റ്റ് ആക്കാം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് കൈ ഇങ്ങനെ നിവർത്തുക. ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഈ സ്റ്റിയറിംഗിന്റെ ടോപ്പ് എൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ കറക്റ്റ് നിശ്ചിത ഒരു സ്പേസ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ നിവർത്തിയപ്പോൾ ഈ റിസ്റ്റ് കറക്റ്റ് എൻഡിലല്ല നിൽക്കുന്നത്, കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ബാക്ക് സൈഡിലേക്ക് സീറ്റ് ഇറക്കിയിടണം. അപ്പം ബാക്ക് സൈഡിലേക്ക് സീറ്റ് ഇറക്കിയിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ലിവറിൽ ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് കുറച്ച് ഞെക്കി പിടിച്ചിട്ട് പതിയെ ബാക്കിലേക്ക് ഇറക്കാം. എന്നിട്ട് ലോക്ക് എന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം ഞാനത് കറക്റ്റായിട്ട് അത് ഞെക്കി പിടിക്കുന്നു, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കൈയുടെ റിസ്റ്റ് കറക്റ്റ് ഈ ടോപ്പ് എൻഡിൽ വന്നിട്ടുണ്ട്, നിശ്ചിത സ്പേസ് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് നിങ്ങളുടെ വലത്തേക്ക് കൈ ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്ത് സീറ്റ് ബെൽറ്റ് കിടപ്പുണ്ട്. ഈ ബെൽറ്റ് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങോട്ട് വലിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് ആവശ്യാനുസരണം വലിച്ചെടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇടത്തെ കൈ ഉപയോഗിച്ച് ഈ ഒരു ഭാഗത്തൊരു ക്ലിപ്പുണ്ട്, ഇതേ കണ്ടോ, ഈ ക്ലിപ്പ് ഇത് ഇങ്ങനെ ഈ ബെൽറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് മേളിലേക്ക് എടുക്കാം. എന്നിട്ട് ഈ ക്ലിപ്പയിൽ നിങ്ങൾ ഇടത്തെ കൈ കൊണ്ട് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ ഇത് കണ്ടില്ലേ, ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, കൈ ഉള്ളിലേക്ക് വന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ക്ലിപ്പ് നേരെ താഴോട്ട് എടുക്കുക. താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഈ ക്ലിപ്പ് ഇങ്ങോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നോക്കുക, ഈ ഒരു ഭാഗം നമ്മുടെ വയറ് കൂട്ടി പ്രോപ്പറായിട്ട് നമ്മളിത് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യുക. ഇനി നമുക്ക് വാഹനം മുന്നോട്ടൊന്ന് എടുത്തു നോക്കാം. മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻവശം കാണുന്നത് പോലെ തന്നെ നമുക്ക് പിൻവശവും വണ്ടിയുടെ കാണണം. അതിന് നിങ്ങളുടെ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലെ മിറർ ഏകദേശം ഒരു 20% ബോഡി ഏരിയ കാണാവുന്നതും ബാക്കി ഒരു 80% ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ റോഡുകൾ കാണാവുന്ന രീതിയിലും മിറർ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും നടുക്കത്തെ മിററും നിങ്ങൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വാഹനത്തെ പതിയെ മുന്നോട്ട് നീക്കാനും നിർത്താനുമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ വീലുകളിലേക്ക് കറക്റ്റായിട്ട് പവർ എത്തിക്കണം. അപ്പം വാഹനത്തിൻ്റെ വീലുകളിലേക്ക് ആ ഒരു പവർ ഫ്ലോ ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിയെ പതിയെ മുന്നോട്ട് നീക്കാനും സേഫായിട്ട് വണ്ടിയെ നിർത്താനുമായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മളുടെ വണ്ടിയുടെ ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് എ ആക്സിലറേറ്റർ, ബി ബ്രേക്ക്. അപ്പോൾ ഈ ആക്സിലറേറ്ററും ബ്രേക്കും ഉപയോഗിക്കുന്നത് നമ്മളുടെ വലത്തെ കാല് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി സി വരുന്ന ഈ ക്ലച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇടത്തെ കാല് ഉപയോഗിച്ചാണ്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്? അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വണ്ടിയുടെ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും കുറിച്ചാണ്. വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയറിലെത്തിയിട്ട് വീലുകളിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് വണ്ടി പതിയെ ഉരുണ്ടു തുടങ്ങുന്നത്. അപ്പം എഞ്ചിൻ, ഗിയർ ബോക്സ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയറിലെത്തി ഗിയർ വഴി വീലുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ വണ്ടി ടയർ പതിയെ ഉരുണ്ടു തുടങ്ങുന്നു. എന്നിട്ട് നമ്മൾ വണ്ടിയെ നിർത്തുന്ന സമയത്ത് ഈ വീലുകളിലേക്ക് വരുന്ന പവറിനെ നമുക്ക് കട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതിന് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെ സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കുക. അതിന് നിങ്ങൾ കൃത്യമായിട്ട് കാലെടുത്ത് ബ്രേക്ക് പെടലേ വെക്കുക. ബ്രേക്ക് പെടലേ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകാതിരിക്കാൻ നമ്മൾ സേഫായിട്ട് ബ്രേക്കിൽ വലത്തെ കാല് വെക്കുന്നു. എന്നിട്ട് ഇടത്തെ കാല് ഉപയോഗിച്ചുകൊണ്ട് ക്ലച്ച് ചവിട്ടുന്നു. ഈ ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലച്ചാണ് എഞ്ചിനെയും ഗിയർ ബോക്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ആക്കുന്നത്. അപ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്ലച്ച് അങ്ങ് ചവിട്ടും. അപ്പോൾ ഇനി ഒരു പവറും വരത്തില്ല, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വാഹനത്തിൻ്റെ താക്കോലിടുന്ന ഭാഗത്തേക്ക് നമ്മൾ കറക്റ്റ് ഇഗ്നീഷൻ ഇടുന്ന ഭാഗത്ത് താക്കോലിടുന്നു. എന്നിട്ട് ഈ കീ 1 തിരിക്കുന്നു, 2 തിരിക്കുന്നു. അപ്പം നമ്മുടെ മീറ്റർ കൺസോളിലെ ലൈറ്റ് തെളിയുന്നു. വീണ്ടും ഒന്നും കൂടെ തിരിക്കുമ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. അതായത് ഒറ്റ തിരിവ് തിരിച്ചാൽ മതി, നമ്മുടെ വാഹനം സ്റ്റാർട്ടായി. ഇനി സ്റ്റാർട്ടായതിന്
നീക്കിയതിന് ശേഷം വണ്ടിയെ മുന്നോട്ട് നീക്കാനായിട്ടാണ് നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി നിൽക്കുകയാണ്, ഇനി നമ്മൾ ഗിയർ ഉപയോഗിക്കണം. ഇനി ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇത്തരത്തിൽ വെയിറ്റ് ഉള്ള ഒരു വാഹനത്തെ ചലിപ്പിക്കാനായിട്ട് അതിന് പറ്റിയ പവറുള്ള ഒരു ഗിയർ വേണം. അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ ആണ്. പിന്നെ ഉള്ള സെക്കൻഡ് ഗിയർ ഉണ്ട്, തേർഡ് ഉണ്ട്, ഫോർത്ത് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്, പിന്നെ ബാക്ക് സൈഡിലേക്ക് പോകാൻ റിവേഴ്സ് ഗിയർ ഉണ്ട്. അപ്പോൾ ഈ അഞ്ചാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ അല്ല, സ്പീഡ് കൂടുതലായിട്ടുള്ള ഒരു ഗിയറാണ്. പക്ഷെങ്കിൽ അത് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ അല്ല, ടോർക്ക് കുറഞ്ഞ ഒരു ഗിയറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് അല്ലെങ്കിൽ ഒരു പവറാണ് ആവശ്യം. അപ്പോൾ അതിന് നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അപ്പോൾ ഈ ഗിയറിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഈ ലിവർ സെൻറ്റർ വരുന്ന ഈ ഒരു ഏരിയ പൂർണ്ണമായിട്ട് ന്യൂട്രലാണ്. അതായത് ലിവർ ഇപ്പോൾ സെൻറ്ററിലാണ് കിടക്കുന്നത്, ഈ ഏരിയ ന്യൂട്രലാണ്, സെൻറ്റർ ന്യൂട്രലാണ്, റൈറ്റ് ന്യൂട്രലാണ്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടുള്ള ഏരിയയും ന്യൂട്രലാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ഒരു വര വരച്ചിട്ടുണ്ട്, അതിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു ഗിയർ അല്ല, ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂട്രൽ വണ്ടി എവിടെ കിടന്നാലും, ഇപ്പോൾ ഒരു ഇറക്കത്താണ് കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് ഉരുണ്ടുപോകും, ഒരു കയറ്റത്ത് ഇങ്ങനെ വണ്ടി കിടന്നാൽ ബാക്കിലേക്ക് റോളാകും, മുന്നോട്ട് വണ്ടി ഇങ്ങനെ കയറ്റത്ത് കിടക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് ഉരുണ്ടുപോകും. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയർ നിങ്ങൾ ആദ്യം ഒന്ന് ഓർക്കുക. ഇത് നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഓർത്താൽ മതി. ഇനി അടുത്ത ദിവസം മറ്റ് ഗിയറുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ഈ ഗിയറിനോട് ചേർന്ന് ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു എമർജൻസി ബ്രേക്കാണ്. നമ്മുടെ വണ്ടി ഇതുപോലെ പാർക്ക് ചെയ്തിടുന്ന സമയത്ത് ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിലെ 2 ടയറും ലോക്കായിട്ട് കിടക്കും, ഒരു സൈഡിലേക്ക് വണ്ടി ഉരുണ്ടു പോകത്തില്ല. ഒരു കയറ്റത്തോ ഇറക്കത്തോ ഒക്കെ കൊണ്ടിടുന്ന സമയത്ത് ഈ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ടാൽ നമുക്ക് കല്ല് വെക്കുന്നതിന് സമാനമായിട്ടുള്ള സേഫായിട്ട് നമ്മളുടെ വാഹനത്തെ നമുക്കൊരു ഇറക്കത്ത് തടയിട്ട് നിർത്താനായിട്ട് കഴിയും. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്ക് ഇടും. ഇനി ഓഫ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഈ ഹാൻഡ് ബ്രേക്ക് ജസ്റ്റ് മേളിലേക്ക് വലിക്കുക. അപ്പോൾ ഈ ബട്ടൺ ഓഫ് ആകും, ബട്ടണെ ജസ്റ്റ് ഞെക്കി പിടിക്കുക, താഴോട്ട് താഴ്ത്തുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ മേളിലേക്ക് വലിച്ചിട്ട് ഹാൻഡ് ബ്രേക്കായി. ഓഫ് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ആകില്ല, ജസ്റ്റ് മേളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക, ബട്ടണെ ഞെക്കുക, താഴോട്ട് താഴ്ത്തുക. അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഹാൻഡ് ബ്രേക്ക് ഓഫായി, ബാക്കിലെ ടയറിൻ്റെ ലോക്കെല്ലാം മാറി, ഇനി വണ്ടിയെ നീക്കണം. ഇനി വണ്ടിയെ നീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റണം. കാരണം ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക. ആക്സിലറേഷൻ്റെ ഉപയോഗം എന്താണ്, നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൂട്ടാനും അതുപോലെ തന്നെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത കുറയുകയും ചെയ്യും. അതിനാണ് നമ്മൾ ആക്സിലറേഷൻ ഉപയോഗിക്കുന്നത്. ബ്രേക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വണ്ടിയെ സ്ലോ ചെയ്യാനായി അല്ലെങ്കിൽ വണ്ടി നിർത്തുന്ന സമയത്താണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. വണ്ടി നിർത്തുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കണം. എന്നാലേ എൻജിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഗിയറിലേക്ക് വന്ന് വീലിലേക്ക് പോകാതിരിക്കത്തുള്ളൂ. അപ്പോൾ വണ്ടി നിർത്തുന്ന സമയത്ത് ബ്രേക്കിനോടൊപ്പം ഇതുപോലെ ക്ലച്ച് ചവിട്ടിയിരിക്കണം. ഇപ്പോൾ വണ്ടി നിന്നാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക. എന്നിട്ട് വണ്ടിയുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ നമ്മൾ ഗിയർ വഴി വീലിലേക്ക് എത്തിക്കണം. അപ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ ഗിയറിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ പതിയെ ഇങ്ങനെ ക്ലച്ചേ നയിക്കും. അയച്ച് വരുമ്പോൾ വണ്ടി പതിയെ ടയർ അനങ്ങി തുടങ്ങുന്ന മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇങ്ങനെ അനങ്ങി തുടങ്ങുന്ന ആ ഒരു പോയിൻ്റാണ് വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിൻ്റ് അല്ലെങ്കിൽ വണ്ടി നീങ്ങുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം. ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, നിങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. ക്ലച്ചിൽ നിന്ന് അയച്ച് ഞാൻ ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് ഗിയറിലാണ് നമ്മൾ കിടക്കുന്നത്. ക്ലച്ചിൽ നിന്ന് അയച്ചു വന്നപ്പോൾ വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങി. ഈ അനങ്ങി തുടങ്ങുന്ന ഈ പോയിൻ്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ വന്നിട്ട് നമ്മൾ പതിയെ കാലയക്കുമ്പോൾ പതിയെ ടയർ അനങ്ങും. ഒറ്റയടിക്ക് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ പതിയെ ക്ലച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പതിയെ ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുക്കണം. ആക്സിലറേഷനും കൂടെ കുറച്ച് മുന്നോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി കുറച്ചും കൂടെ അങ്ങ് മൂവ് ആകും. അപ്പം ഈ ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അതായത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ച് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പ്രതീതി കാണിക്കും. അപ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഹാഫ് ക്ലച്ച് പോയിന്റ്. ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇവിടെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് തൊട്ടേ കൊടുക്കാവുള്ളൂ. തൊട്ട് കൊടുത്തിട്ട് ക്ലച്ച് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ വണ്ടി ഇങ്ങനെ നീങ്ങി. ഇനി നിർത്താനായിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വരിക. അപ്പം എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ നമ്മൾ ഗിയർ ബോക്സിൽ വഴി വീലിലേക്ക് എത്താതിരിക്കാനായിട്ട് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. വീണ്ടും എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ ഇങ്ങനെ വെക്കുക. ഒന്നെങ്കിൽ ബ്രേക്കിൽ വെക്കുക അല്ലെങ്കിൽ ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക. ഈ ബ്രേക്കിൽ വെക്കുന്നതിൻ്റെ കാര്യം, നമ്മളൊരു കയറ്റത്താണ് എടുക്കുന്നതെങ്കിൽ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടുപോകും. അപ്പോൾ അതിനാണ് നമ്മൾ ബ്രേക്കിൽ കാല് വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കയറ്റമോ അല്ലെങ്കിൽ ചെറിയതായിട്ട് വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടു പോകുന്നുണ്ടെങ്കിൽ ബ്രേക്കിൽ കാല് വെച്ചിട്ട് ക്ലച്ചെ നയിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്
പോയിന്റ്, വണ്ടി നീങ്ങുന്ന പോയിന്റ് മനസ്സിലാക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഇതുപോലെ എടുക്കാം. വണ്ടി നിർത്താനായിട്ട് ക്ലച്ച് ഔട്ടുക, ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, ഇനി ഇത്രയും പിടി കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് ഇങ്ങനെ നിർത്തിയെടുത്ത് ഒരു 8-10 തവണയെങ്കിലും നിങ്ങൾ ആദ്യത്തെ ദിവസം ഇത് നിർത്തിയെടുത്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വണ്ടി നിർത്താനും എടുക്കാനുമായിട്ടുള്ള പേടി അങ്ങ് മാറിക്കിട്ടും. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആണ്. സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്കായിട്ട് സങ്കല്പിക്കണം. ഓക്കെ, എന്നിട്ട് ഈ റൗണ്ട് ക്ലോക്കിൽ 9 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് സൂചി വരുന്ന പൊസിഷനുണ്ട്. ഈ പൊസിഷനിലായിരിക്കണം നിങ്ങളുടെ ഇടത്തെ കൈയും വലത്തെ കൈയും ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ, ഓക്കെ, ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഇതിൽ ബലം കൊടുക്കാൻ പാടില്ല. ഇത് ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ച് നയിക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. വണ്ടി തിരിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിക്കണം. ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, ഇടത്തെ കൈ ഫ്രീ ആക്കി കൊടുത്തിട്ട് അതായത് ഒരു കൈ കൊണ്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഇടത്തെ കൈ നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ അയച്ചു കൊടുത്ത് നമ്മളിവിടെ വണ്ടി ഇങ്ങനെ എടുത്തു, കണ്ടോ? എന്നിട്ട് നമുക്കിപ്പോൾ ഇടത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ എടുത്തിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഭാഗത്ത് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കുന്നു. വീണ്ടും നേരെയാക്കാനായിട്ട് വലത്തെ കൈ ഉപയോഗിക്കുന്നു. നിങ്ങൾ നോക്കുക, അപ്പോൾ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ നിന്ന് ലോറി വരുന്നുണ്ട്, എനിക്ക് വണ്ടി നിർത്തണം, ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു, കണ്ടോ? ഇപ്പം ഞാൻ വണ്ടി നിർത്തി, ഇനി ഈ വണ്ടി കയറ്റത്ത് എടുക്കണം. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, ഇവിടുന്ന് ബ്രേക്കിൽ നിന്ന് മാറ്റിയ വണ്ടി ബാക്കിലേക്ക് ഉരുണ്ടുപോകും. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുന്നു. സ്റ്റിയറിംഗ് ഞാൻ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് എടുത്തെടുത്ത് തിരിക്കുന്നു, കണ്ടോ? ഇപ്പം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു, വീണ്ടും ഇതിങ്ങനെ തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ആദ്യത്തെ ദിനം നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുക, മറ്റൊരു ഗിയറും കൊടുക്കരുത്. അടുത്ത ദിവസങ്ങളിൽ ഇനി അടുത്ത ഗിയറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ആദ്യ ദിനം നിങ്ങൾ ഓടിക്കുക. അപ്പോൾ ആദ്യം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ ആദ്യത്തെ ദിവസമായതുകൊണ്ടാണ്. അത് കുറച്ച് ദിവസം അങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ്, നിങ്ങളുടെ വണ്ടി ഇടത്ത് സൈഡാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് നോക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഏരിയ ഇവിടെ നോക്കുകയും ഒപ്പം തന്നെ ഈ റോഡിൻ്റെ എഡ്ജ് നോക്കുക. അത് രണ്ടും ഏകദേശം സെയിം ആയിട്ട് ഒരേ ലെവലിലാണ് നമ്മൾ ഇങ്ങനെ കാണുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഇടത്ത് ചേർന്നാണ് വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് ആദ്യത്തെ ദിനം നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ദിനം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.